വാനവസഹജനായ ദൈവപാരംഗതൻ, വിശുദ്ധരിൽ വച്ച് വിജ്ഞൻ, വിജ്ഞരിൽ വച്ച് വിശുദ്ധൻ, കത്തോലിക്ക കലാശാലകളുടെ മധ്യസ്ഥൻ, വിനയമൂർത്തി എന്നിങ്ങനെ അപരനാമങ്ങൾ സിദ്ധിച്ചിട്ടുള്ള വിശുദ്ധ തോമസ് അക്യുനസ് ഇറ്റലിയിൽ നേപ്പിൾസിനടുത്ത് റോക്കാസേക്ക എന്ന സ്ഥലത്ത് ജനിച്ചു. പിതാവ് ലാൻഡൽഫ് അക്യുനോയിലെ പ്രഭുവും മാതാവ് തെയോഡോറ ഒരു പ്രഭ്യയുമായിരുന്നു. പല രാജകുടുംബാംഗങ്ങളോടും അവർക്ക് ബന്ധമുണ്ടായിരുന്നു. 5 വയസ്സിൽ ബെനഡിക്റ്റൻ സന്യാസികളുടെ കീഴിൽ മോന്തെ കെസിനോയിൽ തോമസ് വിദ്യാഭ്യാസം ആരംഭിച്ചു. 11-ാമത്തെ വയസ്സിൽ നേപ്പിൾസ് സർവകലാശാലയിലേക്ക് അയക്കപ്പെട്ടു. 1240-നും 1243-നും മധ്യേ തോമസ് ഡൊമിനിക്കൻ സഭാവസ്ത്രം സ്വീകരിച്ചു. ഒരു പ്രഭു ഡൊമിനിക്കൻ യാചകവേഷം സ്വീകരിച്ചത് അച്ഛനമ്മമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്വന്തം അമ്മയുടെ പ്രേരണയിൽ സഹോദരന്മാർ തോമസിനെ 2 കൊല്ലം ഒരു മുറിയിൽ അടച്ചിട്ടു. കാരാഗൃഹവാസം തോമസിൻ്റെ നിശ്ചയത്തിന് വ്യത്യാസം വരുത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒരു വേശ്യയെ അദ്ദേഹത്തിൻ്റെ മുറിയിലിട്ടടച്ചു. കുറച്ചുനേരം പ്രാർത്ഥിച്ച ശേഷം തോമസ് ഒരു തീക്കൊള്ളിയെടുത്ത് അവളെ ആട്ടിപ്പായിച്ചു. ഈ പ്രലോഭനത്തിൽ വിജയം നൽകിയ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു സമാധിയിൽ അമർന്നു. 2 മാലാഖമാർ വന്ന് അദ്ദേഹത്തിൻ്റെ അരയിൽ ഒരു പട്ട കെട്ടിക്കൊണ്ട് പറഞ്ഞു, നിത്യകന്യാത്വമാകുന്ന അരപ്പട്ട കൊണ്ട് നിന്നെ ഞങ്ങൾ ബന്ധിക്കുന്നു. അങ്ങനെ ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന തോമസ് തൻ്റെ ഗുരുഭൂതൻ ആൽബർട്ടിനോട് കൂടെ 1245-ൽ പാരീസിലേക്കും 1248-ൽ കൊളോണിലേക്കും പോകുകയും ചെയ്തു. 1250-ൽ വൈദികനായ തോമസ് ദൈവശാസ്ത്രത്തിൽ ഡോക്ടർ ബിരുദം എടുത്തു. ദൈവശാസ്ത്ര സമാഹാരം, വിജാതിർക്കെതിരായ സമാഹാരം, കുഞ്ഞു ചോദ്യങ്ങൾ മുതലായ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഇന്നും ആധികാരികങ്ങളാണ്. വിശുദ്ധ കുർബാനയെപ്പറ്റി താനെഴുതിയ ഗ്രന്ഥം പ്രസിദ്ധീകരണാർഹമാണോ എന്ന് സംശയിച്ച് സക്രാരിയുടെ അടുക്കലെത്തിയപ്പോൾ, തോമ, നീ എന്നെപ്പറ്റി നന്നായി എഴുതിയിരിക്കുന്നു എന്ന ഈശോയുടെ അംഗീകാര വാക്കുകൾ അദ്ദേഹം ശ്രവിച്ചു. വിശുദ്ധ കുർബാനയുടെ സ്തുതിക്കായുള്ള അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കുർബാനയോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തിക്ക് സാക്ഷ്യമാണ്. ഒരിക്കൽ ഫാദർ തോമസിനോട് കൂട്ടുകാർ പറഞ്ഞു, ഇതാ ഒരു കാള പറന്നു പോകുന്നു. അദ്ദേഹം അത് കാണാനായി പുറത്തിറങ്ങിയപ്പോൾ അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ ഇത്ര ഭോഷനാണല്ലോ, കാള പറക്കുകയില്ലെന്ന് അറിഞ്ഞുകൂടെയോ? ഒരു സന്യാസി നുണ പറയുമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ എനിക്കെളുപ്പം കാള പറക്കുമെന്ന് വിശ്വസിക്കുകയാണ്, അദ്ദേഹം പ്രതിവചിച്ചു. നേപ്പിൾസിൽ വെച്ച് കുരിശുരൂപത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, തോമ, എന്നെപ്പറ്റി നീ നന്നായി എഴുതിയിരിക്കുന്നു, പകരം എന്തു വേണം? കർത്താവെ, അങ്ങേയൊഴികെ വേറെയൊന്നും എനിക്ക് വേണ്ട. 1274-ൽ ലിയോൺസിലെ സൂനഹദോസിൽ പങ്കെടുക്കാൻ പോകും വഴി ഫോസാനോവിൽ സിസ്റ്റേഴ്സിയൻ സന്യാസികളുടെ ആശ്രമത്തിൽ വെച്ച് അദ്ദേഹം ദിവംഗതനായി. തിരുപ്പാതയും എത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സത്യദൈവവും സത്യമനുഷ്യനും ദൈവസുതനും കന്യകാമറിയത്തിൻ്റെ പുത്രനുമായ യേശുക്രിസ്തു ഈ കൂദാശയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കൂദാശയെയോ മറ്റു കാര്യങ്ങളെപ്പറ്റിയോ വല്ല അബദ്ധവും ഞാൻ എഴുതിപ്പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സമസ്തവും പരിശുദ്ധ റോമാസഭയുടെ തീരുമാനത്തിനും സുബുദ്ധീകരണത്തിനുമായി ഞാൻ സമർപ്പിക്കുന്നു. സഭയോടുള്ള അനുസരണയിൽ ഈ ജീവിതത്തോട് ഞാൻ വിടവാങ്ങുന്നു. വിശുദ്ധ തോമസിന് വിശുദ്ധ കുർബാനയോടുണ്ടായിരുന്ന ഭക്തിയും തിരുസഭയോടുള്ള ബഹുമാനാദരവും അസാധാരണമായ എളിമയും നമുക്ക് കണ്ടുപഠിക്കാം. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം. ശാന്തത വിരക്തിയേക്കാൾ വിരളമായ പുണ്യമാണ്. അത് വിരക്തിയേക്കാളും മറ്റു പുണ്യങ്ങളെക്കാളും ശ്രേഷ്ഠമാണ്. കാരണം അത് ദൈവിക പുണ്യങ്ങളിൽ ശ്രേഷ്ഠമായ സ്നേഹത്തിൻ്റെ പൂരകമാണ്.